UDF അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനുള്ളിൽ ശബരിമല കൊള്ളയടിച്ച കുറ്റവാളികളെ കൽത്തുറങ്കിലാണ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF വിജയിച്ച് അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ വെടിച്ചെത്തു കൊണ്ടുവരുമെന്നാണ് കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി T. ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് താൻ ദേവസ്വമന്ത്രിയായിരുന്നു എന്നുള്ളത് വാസ്തവമാണെന്നും എന്നാൽ തന്റെ കൈകളിൽ കളങ്കത്തിന്റെ കറ പുരണ്ടിട്ടില്ല എന്നും ആത്മവിശ്വാസത്തോടെ പറയുകയാണ് കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ്, LNCPE, സൈനിക് സ്കൂൾ എന്നുവേണ്ട രാജഭരണകാലം തൊട്ട് രാഷ്ട്രീയപരമായും ഭരണപരമായും ഒക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കഴക്കൂട്ടം. അവിടെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടിൽ നിന്ന് കൊടും ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. 1996 മുതൽ ജനപ്രതിനിധിയായ കടകംപള്ളി സുരേന്ദ്രനെ കാട്ടായിക്കോണം അടക്കമുള്ള ഇടതുകോട്ട ഇത്തവണയും പിന്തുണയ്ക്കുമെന്നാണ് വലിയൊരു ശതമാനം ആളുകളും കരുതുന്നത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും മുന്നേറ്റവും V. മുരളീധരൻ എന്ന നേതാവിന്റെ സാന്നിധ്യവും BJPയുടെ പ്രതീക്ഷ ഇത്തവണ വാനോളം ഉയർത്തുന്നുമുണ്ട്. AK ആന്റണിയും MM ഹസനും MV രാഘവനും ഒക്കെ വിജയിച്ച കഴക്കൂട്ടത്തിന്റെ UDF പ്രതാപകാലം തിരിച്ചു പിടിക്കുക എന്നുള്ള അതിതീവ്രമായ ആഗ്രഹത്തിലാണെന്നും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുമെന്നുമാണ് UDFന്റെ വിഭാഗം പറയുന്നത്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ സത്വ ആയുർവേദിക്.